നമസ്കാരം. നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും ഒരു ഉത്തരവില്ല പറയാൻ വേണ്ടിയിട്ട്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് കണ്ടില്ല, ഒരു പോസ്റ്റ് ചെയ്യുന്ന കണ്ടില്ല എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും ഇന്ന് രാവിലെ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് പറയാതിരുന്നാൽ വളരെയധികം സങ്കടമാകും എന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം, നാട്ടില് ഒരുപാട് പേര് 500 രൂപ കിട്ടാനില്ല, 1000 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു, പുതിയ 2000 ATM ബാങ്കുകളിൽ നീണ്ട ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഈ ഒരു സമയത്തിനിടയിൽ നമുക്ക് മറ്റൊരു വാർത്ത ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ വായിക്കാനായിട്ട് പറ്റുന്ന ഒരു വാർത്ത ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അത് ഒരുപാട് സങ്കടം തോന്നിപ്പിച്ചു എനിക്ക്. അത് മാത്രമല്ല, ഒരുപാട് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം SBI 7016 കോടി രൂപ എഴുതിത്തള്ളാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കടമായിട്ടുള്ള 7016 കോടി രൂപ. ഈ ഒരു 7016 കോടി രൂപ എവിടുന്ന് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പല വമ്പന്മാരുടെ കടങ്ങളുമാണ് അവർ എഴുതിത്തള്ളാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വിജയ് മല്യയുമുണ്ട്, കിങ്ഫിഷറിന്റെ വിജയ് മല്യയും. ഞാൻ ആലോചിച്ചു പോയൊരു കാര്യം വെച്ചാൽ, നമ്മുടെ ചുറ്റും നോക്കുവാണെങ്കിൽ എത്രയധികം പാവപ്പെട്ട വ്യക്തികളാണ് കഷ്ടപ്പെടുന്നത് ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും നാട്ടിൽ കാണുന്ന എത്രയെത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. പലരും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തിട്ടുള്ളത്. ആ ഒരു എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് എത്രമാത്രം ഹയർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അവരെ ബാങ്ക് ഉദ്യോഗസ്ഥർ വിളിച്ച് എത്രമാത്രം ഹറാസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പല സമയത്തും മനസ്സിലാക്കിയിട്ടുണ്ട്. പലർക്കും അതെ, ജോലി കിട്ടാത്തൊരവസ്ഥ വന്ന സമയത്ത് ഈ കാശ് എങ്ങനെ തിരിച്ചടയ്ക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ആത്മഹത്യയുടെ വക്കീൽ പോലും എത്തിയ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഒരു വമ്പന്മാര്, പൊളിറ്റിക്കലി ഹോൾഡുള്ള വലിയ വലിയ മുതലാളിമാര് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റം ഒത്താശ ചെയ്യുകയും അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുകയും ചെയ്യുന്നത്. ശരിക്കും എന്ത് നീതിയാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്? നമ്മൾ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ടു, അവസാനം ഇവർ നമുക്കിട്ട് തന്നെ പണി തരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപയും 1000 രൂപയും പിൻവലിച്ചു. ശരിയാണ്, നല്ലൊരു തീരുമാനമായിരുന്നു. ബ്ലാക്ക് മണി നിരോധിക്കുക, ബ്ലാക്ക് മണി പുറത്ത് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടെ. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിൽ വൻ ഫെയിലറായി. ഇപ്പൊ കാശ് കിട്ടുന്നില്ല ആൾക്കാർക്ക്. അതിന്റെ കൂടി ഇതുകൂടെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചു പോവുകയാണ്, എന്തിന് പൊതുജനങ്ങൾ ഇത് സഹിക്കേണ്ടി വരുന്നു? എന്തിന് നമുക്ക് മാത്രം ഇങ്ങനെ ഒരു കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നു? നമ്മൾ ഒരിടത്തും ഒരു പൊളിറ്റീഷ്യനോ ഒരു ആക്ടിവിസ്റ്റിനെയോ ഒരു MP യെയോ ഒരു മന്ത്രിയെയോ ആരെയും കണ്ടില്ല ബാങ്കിന്റെ മുൻപിൽ പോയി ക്യൂ നിൽക്കുന്നത്. ഇവരാരും കാശ് വാങ്ങാൻ വരുന്നത് നമ്മളാരും കണ്ടില്ല. അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും മക്കൾക്ക് കടം എഴുതി തള്ളിയ കഥകൾ മാത്രം നമുക്ക് കേൾക്കാനും പറ്റുന്നുള്ളൂ. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ജയിപ്പിച്ചു വിടേണ്ട സർക്കാരുകൾ വളരെ ചുരുക്കമാണ്. ഒന്നുകിൽ BJP, അല്ലെങ്കിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി. ഇതൊക്കെയാണ് പലപ്പോഴും നമുക്കുള്ള ഉത്തരങ്ങൾ. പക്ഷേ ഇതല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, ഒരു സിസ്റ്റം വരേണ്ട ടൈം ആയില്ലേ? അത് ഉടൻ തന്നെയെങ്കിലും വരട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഇന്ന് രാവിലെ കണ്ട വാർത്ത എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് നേരെ ഒരു മിഡിൽ ഫിംഗർ കാണിക്കുന്നതിന് തുല്യമായി പോയി. കാരണം പാവപ്പെട്ട പലരും കഷ്ടപ്പെടുന്നതിനിടയിൽ 7000 കോടി രൂപയുടെ വായ്പയാണ് എഴുതിത്തള്ളാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് 63 വമ്പന്മാർ ഉൾപ്പെടുന്നുണ്ട്, കിങ്ഫിഷറിന്റെ വിജയ് മല്യ ഉൾപ്പെടെ. ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നുള്ള കാര്യം. എന്തായാലും ഇത്രയും അധികം നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന എല്ലാ പൊളിറ്റീഷ്യന്മാർക്കും 1000 നന്ദി. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് മാത്രം പറയുന്നു.